ആളുകളെ ഇരുത്തുവിൻ. ഇത് മലയിൽ കയറി യേശു ജനത്തെ ഉപദേശിച്ചതിന് ശേഷം ഒരു ചെറിയ സാധ്യതയിൽ നിന്ന് ഒരു വലിയ ജനത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണമായി തീരേണ്ടതിന് നൽകിയ നിർദ്ദേശമാണ് ആളുകളെ ഇരുത്തുവിൻ. യേശു മലയിൽ കയറി ജനത്തെ ഉപദേശിക്കുന്നു. ജനം ആ വചനമെല്ലാം കേട്ട് ഗ്രഹിക്കുന്നു. അങ്ങനെ യേശു ജനത്തെ ഉപദേശിക്കാനും ജനമെല്ലാം ആ ഉപദേശം കേൾക്കാനും തുടങ്ങിയിട്ട് 3 ദിവസമായി. ഈ 3 ദിവസം കൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്ന ജനത്തെക്കുറിച്ച് 3-ാമത്തെ ദിവസം അവസാന സമയത്ത് യേശുവിൻ്റെ അകത്തൊരു ചിന്ത വന്നു. 3 ദിവസമായി ഇവർ എന്നിൽ നിന്നും വചനം കേൾക്കുകയും ഉപദേശം കൈക്കൊള്ളുകയും ചെയ്യുന്നു. അതിനർത്ഥം 3 ദിവസമായി ഇവർക്ക് ആത്മീയ ആഹാരം ലഭിക്കുന്നുണ്ട്, ആത്മീയ ഭോജനം ലഭിക്കുന്നുണ്ട്. ഇവരുടെ അകത്തെ മനുഷ്യൻ വചനത്താൽ പുഷ്ടി പ്രാപിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ പുറമേയുള്ള മനുഷ്യന് ശരിയായ ഒരു ആഹാരം ലഭ്യമായിട്ടില്ല. ഇവർക്ക് ആഹാരം കൊടുക്കാതെ പ്രാർത്ഥിച്ച ആശീർവാദം കഴിഞ്ഞ് ആഹാരമില്ലാതെ ഇവരെ മടക്കി അയച്ചാൽ ഇവർ ഭവനത്തിൽ ചെല്ലുന്നതിന് മുൻപ് തന്നെ ഇവർ ക്ഷീണിതരായി പോകും. അപ്പോൾ ആത്മീയ ഭോജനം ലഭിച്ച ഇവർക്ക് ഭൗതികമായ ആഹാരവും ഭോജനവും നൽകി അയക്കണമെന്നൊരു ചിന്ത യേശുവിൻ്റെ മേൽ വന്നു. യേശുവിൻ്റെ അകത്ത് ആ ചിന്ത വന്നിട്ട് ആ ചിന്ത പീലിപ്പോസിനോട് യേശു പങ്കുവയ്ക്കുന്നു. ആത്മീകമായി ചൈതന്യം പ്രാപിക്കാൻ ആഗ്രഹമുള്ള നമ്മെ ആത്മീക വചനധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും വചനത്താലുള്ള പോഷിപ്പിനും നാം സ്വയം സമർപ്പിച്ചിരിക്കുന്ന നമ്മുടെ ഭൗതിക ആവശ്യങ്ങളെ നാം പോലും പറയാതെ നിർവഹിച്ചു തരാൻ കഴിയുന്നൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അങ്ങനെ പീലിപ്പോസിനോട് യേശു ഈ കാര്യം ആവശ്യപ്പെടുന്നു. ഈ ജനത്തിന് നാം തന്നെ ഭക്ഷിപ്പാൻ കൊടുക്കണം. ഈ ജനം ഭവനത്തിൽ ചെല്ലുന്നതിന് മുൻപേ തളർന്നു പോകാതിരിക്കേണ്ടതിന് പുറമേ ഉള്ള ഒരു മനുഷ്യന് ഒരു ചൈതന്യം ഉണ്ടാകാൻ എന്തെങ്കിലും ഒന്ന് ഭക്ഷിക്കാൻ നാം കൊടുക്കണം. ഇത് പീലിപ്പോസിനോട് യേശു പറഞ്ഞത് എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ നിൽക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്രമീകരണം പെട്ടെന്ന് വരുത്താൻ കഴിവുള്ള ഒരാളാണ് പീലിപ്പോസ് എന്നൊരർത്ഥത്തിലാണ്. പീലിപ്പോസിനോട് ആ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പീലിപ്പോസ് ഒരു കണക്കെടുക്കുകയാണ്. എത്ര പേര് നമ്മളുണ്ട്, എത്ര പേരിൽ നിന്ന് എത്രമാത്രം പിരിക്കാൻ പറ്റും. വേഗത്തിലൊരു കണക്ക്, 200 രൂപയ്ക്ക് അപ്പം വാങ്ങിച്ചാൽ അത് മുഴുവൻ ജനത്തിനും കൊടുത്ത് തൃപ്തിയാകത്തക്കവണ്ണമുള്ളതാകില്ല. അതിനർത്ഥം ഇപ്പോൾ നാം ഉള്ളവരിൽ നിന്ന് നമ്മുടെ കയ്യിലുള്ളതൊക്കെ വെച്ച് ആളുകളിൽ നിന്ന് പിരിച്ചെടുത്ത് ഒരു തുക കാൽക്കുലേറ്റ് ചെയ്താൽ വരാൻ സാധ്യതയുള്ളത് മാക്സിമം 200 രൂപയാണ്. ആ 200 രൂപയ്ക്ക് അപ്പം തികയാതെ വരാം എന്ന ഒരു വളരെ വേഗത്തിലുള്ളൊരു കാൽക്കുലേഷൻ പീലിപ്പോസിൽ നിന്നുണ്ടായി. പക്ഷേ മറ്റൊരു ശിഷ്യൻ ഒരു ബാലകന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഇരിക്കുന്നത് ശ്രദ്ധിച്ചു. അപ്പോൾ ഈ ബാലൻ യേശുവിൻ്റെ വചനം കേൾക്കാൻ വന്നിരിക്കുകയാണ്. ഭവനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അവൻ്റെ അമ്മ ടിഫിൻ ബോക്സ് കൊടുത്തുവിട്ടതാണ് അവന് ഭക്ഷിപ്പാൻ. അവൻ ചെല്ലുന്നിടത്ത്, അവൻ ഇരിക്കുന്നിടത്ത് അവന് വിശക്കുകയാണെങ്കിൽ, വചനം കേൾക്കുമ്പോൾ അവന് വിശക്കുകയാണെങ്കിൽ അവൻ അല്പവും മീനും അപ്പവും ഒക്കെ കഴിച്ച് വിശപ്പടക്കട്ടെ, ചെറുബാലകനല്ലേ എന്ന് കരുതി അമ്മ അവന് കൊടുത്തുവിട്ട ആഹാരം. ആ വചനം 3 ദിവസം വചനം കേൾക്കുമ്പോഴും ആ വചനം കേട്ട് അവസാനിപ്പിക്കുമ്പോഴും ആഹാരത്തെക്കുറിച്ചൊരു ചിന്ത വരുമ്പോഴും ആ ടിഫിൻ ബോക്സ് ഓപ്പൺ ആക്കാതെ ആ വചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ ബാലൻ ഇരുന്നു എന്നുള്ളത് ആ ബാലൻ്റെ ദൈവികമായൊരു പ്രത്യേകതയായി നമുക്ക് കണക്കാക്കാം. അന്ത്രയോസിന് ആ അപ്പവും മീനും ശ്രദ്ധയിൽപ്പെട്ടിട്ട് യേശുവിനോടത് പറയുന്നു. ഒരു ബാലകനുണ്ട്, അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. ഈ ബാലകന് ഇതുവരെയും അത് തുറക്കാൻ തോന്നിയില്ല.
അതുവരെ അവൻ വിശന്നിട്ട് ഒരപ്പമെങ്കിലും എടുത്ത് കഴിക്കണമെന്നൊരു ചിന്തയുണ്ടായില്ല. കാരണം ആ ബാലകൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ജനത്തിൻ്റെ മുഴുവൻ അനുഗ്രഹത്തിനും അവരുടെ വിശപ്പടക്കുന്നതിനും അവരുടെ വിടുതലിനും കാരണമായി തീരണം എന്നുള്ളൊരു പദ്ധതി കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവനത് തുറക്കാൻ തോന്നാതെ അവൻ ആ ടിഫിൻ ബോക്സ് കയ്യിലേന്തിയിരുന്നത്. അങ്ങനെ ഈ ബാലകൻ്റെ കയ്യിലുള്ള അപ്പവും മീനിനെയും കുറിച്ചുള്ള വിവരം യേശുവിൻ്റെ അടുത്ത് എത്തിയപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ പന്തിയായി ആളുകളെ കൂട്ടിയിരുത്തുവീൻ. അപ്പം ആളുകളെ കൊണ്ട് ഇരുത്താൻ പറയുമ്പോഴും അന്ത്രയോസിനും ഫിലിപ്പോസിനും മറ്റു ശിഷ്യന്മാർക്കും ഒരു ചിന്തയുണ്ട്. ആളുകളെ നിരത്തിയിരുത്തിയാൽ ഈ 5 അപ്പവും 2 മീനും കൊണ്ട് എന്തോ ആകും? യേശുവിൻ്റെ കരങ്ങളിലേക്ക് അത് കൊടുക്കുമ്പോൾ യേശു അത് വാഴ്ത്തി ജനത്തിന് നൽകുകയാണ്. അത് 5000 പേരോളം ഭക്ഷിച്ച് തൃപ്തിയടഞ്ഞ് ബാക്കി ശേഷിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ദൈവം ചില കാര്യങ്ങളിൽ ദൈവം പറയുന്നത് അനുസരിക്കുക. ആളുകളെ ഇരുത്തുവി. ചെറിയ ഒരു സാധ്യതയിൽ നിന്ന്, ചെറിയ ഒരു നന്മയിൽ നിന്ന് ഒരു ജനത്തിൻ്റെ വലിയ വിടുതലിനും ജനത്തിൻ്റെ പോഷണത്തിനും വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നതിന് ദൈവം നൽകിയ നിർദ്ദേശമാണത്. സാധ്യത മുന്നിൽ കണ്ടില്ലെങ്കിലും, പ്രതിസന്ധിയാണ് മുന്നിലെങ്കിലും ദൈവം എന്താണ് അപ്പോൾ ഒരു നിർദ്ദേശം പറഞ്ഞത്? സാധ്യതയില്ലാത്തിടത്ത് ദൈവം പറഞ്ഞ ആ നിർദ്ദേശത്തെ അനുസരിച്ച് മുന്നോട്ട് പോയാൽ ഒരു ദൈവപ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ആത്മീയ ജീവിതത്തിന് മുന്നേറ്റം നൽകുന്ന നാം ആത്മീയ വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും ദൈവവചനത്തിൻ്റെ കേൾവിയിലും ഉറ്റിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഭൗതിക ആവശ്യത്തെ അവൻ അറിയാതെ നിവർത്തിച്ചു കൊടുക്കാൻ, ആ ഭൗതിക ആവശ്യത്തെ ചെറിയ സാധ്യതകളിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങളാക്കി മാറ്റിത്തരാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് സേവിക്കുന്നത്. ആ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.